ഡിജിറ്റൽ മേഖലയിൽ ശക്തമായ മുന്നേറ്റവുമായി കെ ഫോൺ. നഗര ഗ്രാമീണ മേഖലകളിൽ 1.5 ലക്ഷം കണക്ഷനുകൾക്ക് അരികിലെത്തി. വിവരസാങ്കേതിക രംഗത്ത് സമാനതകളില്ലാത്ത കുതിപ്പാണ് കെ ഫോൺ നടത്തുന്നതെന്ന് MD ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞു. ഡിജിറ്റൽ രംഗത്ത് പുത്തൻ വഴിവെട്ടിയാണ് കെ ഫോണിൻ്റെ കുതിപ്പ്. ആകർഷകമായ ഓഫറിൽ വൈഫൈ OTT പാക്കേജുകളുമുണ്ട്. BPL പട്ടികയിൽ വരുന്ന കുടുംബങ്ങൾക്ക് കണക്ഷൻ സൗജന്യമാണ്. നഗര ഗ്രാമീണ മേഖലകളിൽ 1.5 ലക്ഷം കണക്ഷനുകൾക്ക് അരികിലെത്തിയിരിക്കുന്നു കെ ഫോൺ. ഡിജിറ്റൽ കേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിന് ശക്തമായ അടിത്തറ ഒരുക്കുന്ന കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് 2.5 ലക്ഷം ഇൻ്റർനെറ്റ് കണക്ഷനുകൾ എന്ന സുപ്രധാന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. 1,44,700-ലധികം കണക്ഷനുകൾ കെ ഫോൺ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇൻ്റർനെറ്റ് സൗകര്യം കുറഞ്ഞ അട്ടപ്പാടി, അമ്പൂരി, വയനാട്, നിലമ്പൂർ ആദിവാസി ഉന്നതികളെ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടി ഉടൻ ആരംഭിക്കും. ഞങ്ങളിപ്പോൾ ഒരു ചാലഞ്ചായിട്ട് എടുത്തിട്ടിരിക്കുന്നത് നമ്മളുടെ കേരളത്തിലുള്ള 4000 ട്രൈബൽ ഹാബിറ്റേഷൻസ് ഉണ്ട്, അവരെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ടാണ്. അപ്പം അതൊരു റൊട്ടീൻ യൂണിറ്റ് കോസ്റ്റിൽ നിൽക്കുന്ന ഒരു ഇതല്ല. ഒരു ട്രൈബൽ ഹാബിറ്റേഷന് 2 കോടി രൂപ ചിലവാകണമെങ്കിൽ വേറൊരു ട്രൈബൽ ഹാബിറ്റേഷന് 10 കോടിയാകും. ഡിപ്പെൻഡിങ് ഓൺ ഡിസ്റ്റൻസ്, ഇതെല്ലാം നോക്കുമ്പോൾ നമ്മളൊരു CSR മോഡലിൽ അങ്ങനെ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, വില്ലേജ് ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവ നെറ്റ്വർക്ക് ശൃംഖലയിലുണ്ട്. ഉയർന്ന വേഗതയിലുള്ള വിശ്വസനീയ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്നതിലൂടെ ഭരണസേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവുമാക്കാൻ കഴിയുമെന്ന് കെ ഫോൺ അധികൃതർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.